അടിപൊളി സിനിമയാണ്. ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ്, ഒരു ത്രില്ലറാണ്. പക്ഷേ സാധാരണഗതിയിലുള്ള ഒരു മാസോ പിന്നെ ഒരു ഇളക്കമോ ഒന്നും ഉണ്ടാവില്ല. വളരെ ക്ഷമയോടുകൂടി സ്ലോവിലാണ് സിനിമ തുടങ്ങുന്നത്. സെക്കൻഡ് ഹാഫും നല്ല സ്പീഡിലാണ് പോകുന്നത്. നല്ലൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. പിന്നെ ഇന്നത്തെ തലമുറയോട്, ന്യൂ ജനറേഷൻ സിനിമാക്കാരോട് പറയാനുള്ളത്, ഇത് മമ്മൂട്ടിയാണ്. നിങ്ങൾക്ക് അസൂയ തോന്നിയിട്ട് കാര്യമില്ല. കാരണം ഇത് മമ്മൂട്ടിയാണ്. അദ്ദേഹം ഓരോ സിനിമയിലും ഒരു പുതിയ മമ്മൂട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ 74-ാം വയസ്സിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ അഭിനയം വളരെ വ്യത്യസ്തമാണ്. ഇതുവരെ കാണാത്തൊരു മമ്മൂട്ടിയെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആർക്കും പക തോന്നിയിട്ട് കാര്യമില്ല. പകരം വയ്ക്കാൻ ആളില്ല. ലോക സിനിമയ്ക്ക് കിട്ടിയ ഒരു വരദാനമാണ് മമ്മൂട്ടി എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. ഓക്കെ, അങ്ങനെയൊന്നുമില്ല. ഒരു പുതിയ, അതായത് ഇതുവരെ കാണാത്ത ഒരു ഡിറ്റക്റ്റീവ് മോഡലിലുള്ള ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ. അത്രേ യെസ്, വളരെ ക്ഷമയോടുകൂടി കാണാനും പറ്റുള്ളൂ. മാസിവോ ഒന്നും അതിനകത്ത് ഉണ്ടാവില്ല സിനിമയ്ക്കകത്ത്. തീർച്ചയായിട്ടും ഗൗതം വാസുദേവന്റെ മലയാളത്തിലൊരു കയ്യൊപ്പ് തന്നെയാണ് ഈ സിനിമ. അത് തിരഞ്ഞെടുക്കാൻ മനസ്സ് കാണിച്ച മമ്മൂട്ടിയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത്. ഇതുവരെ കാണാത്ത ഒരു മമ്മൂട്ടിയെ സിനിമയ്ക്കകത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ടോ.